ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ മോങ്കോഡിസിൻ്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. സ്മോൾ സൈസിലുള്ള കട്ട് ബീഡ്സ്, ഗോൾഡൻ കളറ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ, ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെ മെറ്റീരിയലാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സും വേണം ഗോൾഡൻ കളറിൽ. അപ്പോൾ ഈ 2 ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇത് ഒരു അളവുണ്ട് അതിന് ചെയ്യാനായിട്ട്. അപ്പോൾ ആ അളവനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചിട്ട് പോട്ട്ലി ബട്ടൺസ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് പോലെ സെൻറ്റർ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ 2 സൈഡിലും ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിലെടുക്കുക. അതിനുശേഷം യോക്ക് ലെങ്ത് ഒരു 13 to 14 എടുക്കുക. എത്രയാണോ അളവ് വേണ്ടത് അത്രയനുസരിച്ച്, സാധാരണ 14 ആണ് യോക്ക് ലെങ്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നീളത്തിലെടുത്തിട്ട് ഈ ഒരു റൗണ്ടിൽ യു ഷേപ്പിൽ തന്നെ നിങ്ങൾ വരച്ച് എടുക്കുക. അപ്പോൾ വരച്ചെടുത്തിട്ട് അപ്പം അതിൻ്റെ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് കുറച്ച് ലൈൻസ് ചരിച്ച് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബീഡ്സാണ് വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ബീഡ്സുകൾ വരുന്നുണ്ട്. റൗണ്ട് കൊടുത്തിരിക്കുന്ന ബീഡ്സുകളാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ 1/4 ഇഞ്ചിൽ വീണ്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ബീഡ്സ് ചരിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം വീണ്ടും നമ്മൾ ബീഡ്സ് കൊടുത്തിട്ട് ആ ബീഡ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 കുഞ്ഞു ബീഡ്സ് പോലെ ജസ്റ്റ് റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നോക്ക്, ആദ്യം നമ്മൾ യോക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത് 13 to 14 ആണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഹൈറ്റ് അനുസരിച്ച് എടുക്കാം. സാധാരണ 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത് വരുന്നത്. സെൻറ്ററിൽ ലൈൻ വരച്ചിരിക്കുന്നത് പോട്ട്ലി ബട്ടൺസ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ യു ഷേപ്പിൽ നമ്മൾ മെറ്റീരിയൽ വരച്ചു കൊടുക്കുമ്പോൾ ആ യു ഷേപ്പിൽ 1/4 ഇഞ്ചിലാണ് നമ്മൾ ആദ്യത്തെ ഒരു ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബീഡ്സ് ചരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം റൗണ്ട് കൊടുത്തിരിക്കുന്നത് ബീഡ്സുകളാണ്, ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ വീണ്ടും ലൈൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്ലീവാണ്. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് 13 to 16 വരെ എടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് എത്ര വീതിക്കാണോ നിങ്ങൾക്ക് ഡിസൈൻ വേണ്ടത് ഒരു 4 to 5 ഇഞ്ച് എടുക്കാം. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത് അത് റൗണ്ട് ബീഡ്സുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മൾ നെക്കിൽ ചെയ്തല്ലോ അത് തന്നെയാണ് വരുന്നത്. നെക്കിൽ വരച്ചേക്കണ കണ്ടില്ലേ, ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് ചരിച്ച് ബീഡ്സ് കൊടുക്കുന്നു. പിന്നെ റൗണ്ട് ബീഡ്, വീണ്ടും ചരിച്ച് ബീഡ്സ് കൊടുക്കുന്നു. വീണ്ടും റൗണ്ട് ബീഡ്സ്, വീണ്ടും ചരിച്ച് ബീഡ്സ് കൊടുക്കുന്നു. പിന്നെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു പാനി സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഭാഗം ഒരു 1.5 ഇഞ്ചോളം നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇഞ്ചോളം കൊടുക്കുക. എത്രയും വീതി വരുന്നു അത്രയും വീതിക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ വീണ്ടും 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ നമുക്ക് വീണ്ടും ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 റൗണ്ട്സ്, താഴേക്ക് 2 റൗണ്ട്സ് കണ്ടോ, അത് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വേണ്ടവർ ഇൻസ്റ്റയിൽ വരിക. ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. പിന്നെ അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യണം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ മെറ്റീരിയലിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 1/4 ഇഞ്ച് ഞാൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ട് ബീഡ്സുകൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ 1/4 ഇഞ്ചിൽ താഴേക്ക് 2 ലൈൻ വരച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇങ്ങനെ ചരിച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ ബീഡ്സുകൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് ഒരു 3 ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 3 or 4 നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ബീഡ്സിൻ്റെ അളവനുസരിച്ച്, ബീഡ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം ഇതുപോലെ ഒരു 3 ബീഡ്സ്. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആൻറ്റിക് സിൽവർ കളറിലെയോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെയോ ഒക്കെ ബീഡ്സുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 3 ബീഡ്സ് ഇതുപോലെ ചരിച്ച് കൊടുക്കുക. എപ്പോഴായാലും നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഴിഞ്ഞു പോകത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 3 ബീഡ്സ് നമ്മൾ ചരിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു 1/4 ഇഞ്ച് പോർഷനിൽ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. പാർട്ടിക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് വളരെ രസമുള്ളൊരു വർക്കാണ് കേട്ടോ അത് ചെയ്യാൻ. പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം, ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ താഴെയും മുകളിലും ഒരേപോലെ 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇതുപോലെയാണ് ലോക്കിട്ട് കൊടുക്കുന്നത്. ഓരോ ബീഡ്സിൻ്റെയും ഇടയ്ക്കായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ബീഡ്സുകൾ ഊരിപ്പോരത്തൊന്നുമില്ല. ഇനി സെൻറ്ററിൽ നമുക്ക് ആ ഒരു കുഞ്ഞു ഡോട്ട്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് റൗണ്ട്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ സെൻറ്ററിൽ ഞാൻ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്തിട്ട് ഒരു 8 ബീഡ്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് റൗണ്ടിൽ വരുമ്പോൾ ഒരു 8 ബീഡ്സ് വേണ്ടി വരും. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ബീഡ്സിൻ്റെ അകത്തുകൂടി എടുക്കുക. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റൗണ്ട് കിട്ടും. ഇതുപോലെ എന്നിട്ട് ചുറ്റിനും ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തതും നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുപ്പിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബീഡ്സ് റൗണ്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് അടുപ്പിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ മുകളിലും താഴെയും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തേക്കുന്നത് ആ ഫ്ലവറിൻ്റെ താഴേക്ക് ഒരു കുഞ്ഞു 2 ബീഡ്സ് എടുക്കുക. എന്നിട്ട് ഇതാ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം നമുക്കിതാ ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ ഡിസൈൻ വന്നിട്ട്. പിന്നെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് പോട്ടി ബട്ടൺസ് ആണ് വരുന്നത്. അത് നമ്മൾ മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്ത് ബട്ടൺസ് ആക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാ സ്ലീവിൻ്റെയാണ് കേട്ടോ കാണിക്കുന്നത്. സ്ലീവിൽ ഞാൻ നെക്കിൽ നമ്മൾ ചെയ്തല്ലോ അതേപോലെ തന്നെ മുകളിലും താഴെയും റൗണ്ട് ബീഡ്സ് യൂസ് ചെയ്തും കട്ട് ബീഡ്സ് യൂസ് ചെയ്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ പോർഷനിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ആ സെൻറ്റർ പോർഷനിൽ നമ്മൾ പഞ്ഞി സ്റ്റിച്ച് വരുന്നത്. അപ്പം അവിടെ ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 3 to 5 ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. മൊത്തത്തിൽ അതായത് എഡ്ജ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം ആദ്യം. അപ്പോൾ ഇതൊന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിനകത്തൂടെയാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നല്ല ഫില്ല് ചെയ്ത പോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു ബീഡ്സ്. അല്ലാതെ നമ്മൾ ഓരോ ബീഡ്സായിട്ട് ചെയ്യുന്നതിലും നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ രീതിയിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആരി വർക്ക് അറിയാവുന്നവർക്ക് ആരി നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്കും സ്ലീവും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കുക. സബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം നമുക്കിനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്